സാർ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പരമാവധി ശ്രമിച്ചു നോക്കി. സാറ് അതിന്റെ മുമ്പിലും ഞാൻ വഴങ്ങിയില്ല. ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്. ശരി ചെയ്താൽ അംഗീകാരം കിട്ടും. എന്നെ അപമാനിച്ചു വിടണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ പറയുന്നു, ഞാൻ പോകുമ്പോൾ ഇതുപോലെ എല്ലാവിധത്തിലുള്ള ബ്ലാക്ക് മെയിലിങ്ങിനെയും അതിജീവിച്ചുകൊണ്ട് നീതി നടപ്പിലാക്കിയതിന്റെ പേരിൽ ഇത്ര വലിയ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും നേരിട്ട ഒരു മുഖ്യമന്ത്രി എന്ന നിലയിലായിരിക്കും ഞാൻ പോകുന്നത്. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അപമാനിതനായിട്ട് എന്നെ വിടാൻ സാധിക്കില്ല. എന്താ ഇത് പറയുന്നത്? എന്റെ മനസാക്ഷിയുടെ ശക്തിയാണ്. തെറ്റ് ചെയ്തിട്ടില്ല, നീതി ചെയ്തു. ബ്ലാക്ക് മെയിലിങ്ങിന് ശ്രമിച്ചപ്പോൾ അതിനെ തടുത്തു നിർത്തി എന്നുള്ള ശക്തി കൊണ്ടാണ് പറയുന്നത്. രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾ ഏറ്റെടുത്ത രാഷ്ട്രീയ നേതാവാണ് ഉമ്മൻചാണ്ടി. അദ്ദേഹത്തെ മോശക്കാരനാക്കി ചിത്രീകരിച്ചിട്ടുള്ള ആരോപണങ്ങളെ പ്രതിരോധിച്ചില്ല എങ്കിൽ അത് കോൺഗ്രസിനോടുള്ള എതിർപ്പായി മാറുമെന്ന വികാരം നേതാക്കൾക്കുണ്ട്. ഇതോടുകൂടിയാണ് ഗണേഷ് പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടത്. തന്റെ കുടുംബം തകർത്തത് ഉമ്മൻചാണ്ടിയാണ് എന്ന് കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു. സരിതയെ കൊണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ പറയിച്ചു എന്ന ചാണ്ടി ഉമ്മന്റെ പരാമർശമാണ് ഗണേഷിനെ ചൊടിപ്പിച്ചത്. ഇതിന് മറുപടി പറയുമ്പോഴാണ് ഉമ്മൻചാണ്ടിക്കെതിരെ അദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിച്ചത്. ഇതോടുകൂടി സോളാർ കേസും അതിനനുബന്ധമായി ഉയർന്നു വന്ന ആരോപണങ്ങളും രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. എന്നാൽ CPM-ഓ മറ്റ് ഇടതുപക്ഷ നേതാക്കളോ ഗണേഷിന്റെ പരാമർശത്തിന് ഒപ്പം നിൽക്കുന്നില്ല. ഉമ്മൻചാണ്ടിയുടെ മരണശേഷം ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നത് അതിന്റെ ശരി തെറ്റ് വിലയിരുത്താതെയാണ് എന്ന് ഇങ്ങനെ തിരിച്ചടിക്കാനുമാണ് സാധ്യത എന്നാണ് ഇടതു നേതാക്കൾ പറയുന്നത്. സോളാർ കേസിന്റെ ഘട്ടത്തിൽ പ്രതിപക്ഷത്തായിരുന്ന ഇടതുപക്ഷം അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ കടുത്ത ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. അന്ന് ഇടതുപക്ഷം നിയമസഭയിൽ ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം സോളാർ കേസ് പ്രതിയായ ബിജു രാധാകൃഷ്ണൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കണ്ട് പറഞ്ഞ കാര്യങ്ങൾ വെളിപ്പെടുത്തണം എന്നതായിരുന്നു. BR നായർ എന്ന പേരിൽ അന്ന് വാർത്തകളിൽ ഇടം നേടിയ ബിജു രാധാകൃഷ്ണൻ പറഞ്ഞത് ഗണേഷ് കുമാറിനെതിരെയുള്ള കാര്യങ്ങളായിരുന്നു എന്നാണ് പുറത്തു വന്ന വാർത്തകൾ. എന്നാൽ ആ കൂടിക്കാഴ്ചയുടെ രഹസ്യം പുറത്തു പറയാൻ ഉമ്മൻചാണ്ടി അന്ന് തയ്യാറായില്ല. അതീവ വൈകാരികമായിട്ടാണ് അന്ന് നിയമസഭയിൽ ഉമ്മൻചാണ്ടി മറുപടി പറഞ്ഞത്. നിയമസഭയിലെ ഉമ്മൻചാണ്ടിയുടെ പ്രസംഗം ഇങ്ങനെയായിരുന്നു: അദ്ദേഹം വന്നു, അദ്ദേഹത്തിന്റെ കൂടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും കൂടിയിരുന്ന് സംസാരിച്ചു. അദ്ദേഹം സംസാരിച്ചത് രഹസ്യ സ്വഭാവമുള്ള കാര്യമാണ്. അത് വെളിപ്പെടുത്തണമെന്ന് നിങ്ങൾ പ്രതിപക്ഷം പറയുന്നു. ഞാൻ എൻ്റെ മാന്യത കൊണ്ട് അത് ചെയ്തില്ല. ഇപ്പോൾ ഞാൻ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണല്ലോ. നിങ്ങൾ വീണ്ടും എന്താണ് എന്ന് ചോദിക്കുന്നുമുണ്ട്. എന്നാലും എൻ്റെ മാന്യത കൊണ്ട് ഞാനത് പറയത്തില്ല. ഈ കൂടിക്കാഴ്ച സംബന്ധിച്ച് വിവാദം വന്നപ്പോഴാണ് ഇയാൾ ആരാണ് എന്ന് മനസ്സിലാകുന്നത്. അദ്ദേഹം അത് സംബന്ധിച്ച് കമ്മീഷനിൽ മൊഴി നൽകിയിട്ടുമുണ്ട്. അദ്ദേഹം എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്. എന്റെ നാവിൽ നിന്നും ഈ BR നായർ എന്ന് പറഞ്ഞത് ഒരിക്കലും പുറത്ത് വരില്ല എന്നും ഉമ്മൻചാണ്ടി അന്ന് തറപ്പിച്ചു പറഞ്ഞു. 2015 ഡിസംബർ 3-നായിരുന്നു നിയമസഭയിലെ ഉമ്മൻചാണ്ടിയുടെ ഈ പ്രസംഗം. വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് എനിക്കെതിരെ രാധാകൃഷ്ണന്റെ പേരിൽ CP ജയരാജനിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. സർ, ഈ ആരോപണത്തിൽ 1% കഴമ്പുണ്ടെങ്കിൽ ഈ സ്ഥാനത്തിരിക്കാൻ ഞാൻ അർഹനല്ലെന്ന് മാത്രമല്ല, പൊതുപ്രവർത്തന രംഗത്ത് പോലും നിൽക്കാൻ അർഹനല്ല. ഇന്ന് വരെ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിലും വെച്ചിട്ടില്ലാത്ത വിധത്തിൽ സോളാറുമായി ആരോപണവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ വന്ന എല്ലാ ആക്ഷേപങ്ങളും, മാധ്യമങ്ങളിൽ വന്ന എല്ലാ ആക്ഷേപങ്ങളും, ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടേംസ് ഓഫ് റെഫറൻസാണ്. ശ്രീ ബിജു രാധാകൃഷ്ണൻ ഒരു വെളിപ്പെടുത്തൽ നടത്തി. സാറ്, ഇതിനു മുമ്പ് ഒന്നും പറയാത്ത കാര്യങ്ങളാണ്. സാറ്, ഈ ബിജു രാധാകൃഷ്ണൻ സാറ് ആരാണ് എന്നുള്ളത്, അദ്ദേഹം നിരവധി കേസുകളെ പ്രതി, സ്വന്തം ഭാര്യയെ കൊന്ന കൊലക്കേസിലാണ് അദ്ദേഹം ശിക്ഷിച്ച് കിടക്കുന്നത്. അങ്ങനെയുള്ള ആള് പറഞ്ഞ മൊഴിയാണ് സാറ്. ഇത് അദ്ദേഹം ആർക്കൊക്കെ എതിരായിട്ട് പറഞ്ഞിരിക്കുന്നത്? സാർ, ഈ കൊലക്കേസ് സമർത്ഥമായി അന്വേഷിച്ച DYSPക്കെതിരെ കോടതിയിൽ ഈ കേസ് ഏറ്റവും സമർത്ഥമായി നടത്തിയ അഡ്വക്കേറ്റ്
സാർ, പിന്നെ ജീവപര്യന്തം ശിക്ഷ നൽകിയ ജഡ്ജിക്കെതിരായിട്ട് പോലും പറയുക. അപ്പം തനിക്ക് ആരോടൊക്കെ എതിർപ്പുണ്ടോ അവരോടൊക്കെ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ആ ഒരു സാഹചര്യമാണ്. സാർ, എന്നോടുള്ള എതിർപ്പിന്റെ കാരണം അറിയാമല്ലോ. സാറ്, അദ്ദേഹം 498A കേസിൽ പ്രതിയായി ജാമ്യമെടുത്ത് പിന്നെ സ്വതന്ത്രമായി ഈ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നിടത്ത് നിന്ന് പിടിച്ച് അറസ്റ്റ് ചെയ്ത് ഈ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നതിന്റെ പേരിൽ സ്വാഭാവികമായിട്ടും അതിനുള്ള വിരോധം കാണും. സാറ്, ഈ രാധാകൃഷ്ണനുമായിട്ടുള്ള കൂടിക്കാഴ്ചയെ കുറിച്ച് ഇവിടെ പറഞ്ഞു. ഒരു MD, ഒരു കമ്പനിയുടെ MD ആണ് അദ്ദേഹത്തിന് കാണാൻ സമയം കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനന്ന് എറണാകുളത്തുണ്ട്, കാണാം എന്ന് പറഞ്ഞു. അദ്ദേഹം വന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഒരാളുകൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരൂടി ഇരുന്ന് സംസാരിച്ചത് ഒരു രഹസ്യ സ്വഭാവമുള്ള കാര്യമാണ് അദ്ദേഹം സംസാരിച്ചത്. അത് വെളിപ്പെടുത്തണമെന്ന് നിങ്ങൾ പറഞ്ഞു. ഞാൻ എന്റെ മാന്യത കൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പൊ ഞാൻ പ്രതിക്കൂട്ടി നിൽക്കുകയാണല്ലോ. നിങ്ങൾ വീണ്ടും എന്താണെന്ന് ചോദിക്കുന്നുണ്ടല്ലോ. എന്നാലും എന്റെ മാന്യത വെച്ചുകൊണ്ട് ഞാൻ പറയത്തില്ല. പക്ഷേ എനിക്കൊരു ഭാഗ്യമുണ്ട്. എന്താന്ന് ചോദിച്ചാൽ, അറിയാത്ത ഒരാളുകൂടെ ഇദ്ദേഹത്തിന്റെ കൂടെ കയറി വന്നു. അതാരാന്ന് പോലും എനിക്കറിയത്തില്ല. ഈ കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് വിവാദം വന്നപ്പോഴാണ് ഈ ആൾ ആരാന്ന് മനസ്സിലാകുന്നത്. ശിവദാസ് എന്ന് പറഞ്ഞ ആളാണ്. മാതൃഭൂമിയിലെ ഒരു ഉദ്യോഗസ്ഥൻ ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം അത് സംബന്ധിച്ച് കമ്മീഷനിൽ മൊഴി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്. സാറ്, സ്വന്തം ഭാര്യയെ കൊന്ന കേസിൽ രക്ഷപ്പെട്ടു നടന്ന ആളിനെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ആ നിയമത്തിന്റെ ശിക്ഷ വാങ്ങിക്കൊടുത്ത് ജയിലടിച്ചു എന്ന അഭിമാനം ഈ ഗവൺമെന്റിനുണ്ട്. അതിന് ഇതുപോലൊരു വില കൊടുക്കേണ്ടി വന്നതിൽ എനിക്കൊരു ദുഃഖവുമില്ല. സാർ, ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പരമാവധി ശ്രമിച്ചു നോക്കി. സാറ്, അതിന്റെ മുമ്പിലും ഞാൻ വഴങ്ങിയില്ല. ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്. ശരി ചെയ്താൽ അംഗീകാരം കിട്ടും, തെറ്റ് ചെയ്താൽ ശിക്ഷ കിട്ടും. അദ്ദേഹം പറഞ്ഞു, എനിക്കിതിനെല്ലാം ഇതിനകത്തെല്ലാം തെളിവുണ്ട്, CD ഉണ്ട്, അത് ഞാൻ ഹാജരാക്കും എന്നാണ്. തെളിവ് കൊണ്ടുവന്നാൽ അവിടം കൊണ്ട് നിങ്ങളുടെ പണി വളരെ എളുപ്പത്തിലാവും. ഈ CD അത് ഈ ബിജു രാധാകൃഷ്ണൻ ഹാജരാക്കുന്നില്ലെങ്കിൽ നിയമപരമായ രീതിയിൽ അത് എടുക്കണം എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് വ്യക്തമായിട്ടുള്ളത്. വിദ്യാർത്ഥി ജീവിതം മുതൽ ഞാൻ കഴിഞ്ഞ 55 വർഷക്കാലം പൊതുപ്രവർത്തന രംഗത്തുണ്ട്. ഞാൻ ഒന്നും ഒളിച്ചു കഴിയുന്ന അതല്ല. ഞാൻ എപ്പോഴും എൻ്റെ ജീവിതം, എൻ്റെ പൊതുപ്രവർത്തനം ഒരു തുറന്ന പുസ്തകമാണ്. സാർ, എനിക്ക് നിങ്ങൾ ആരോടും പരിഭവമില്ല. പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കണം. ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ യാതൊന്നും ആലോചിക്കാതെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് നമുക്ക് ഗുണകരമാണോ? അത് ചെയ്യുന്നത് ഒരു വ്യക്തിയോട് മാത്രമല്ല, ഒരു വ്യവസ്ഥിതിയോടാണ്, ഒരു സ്റ്റേറ്റിനോടാണ്. എന്നെ അപമാനിച്ചു വിടണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ പറയുന്നു, ഞാൻ പോകുമ്പോൾ ഇതുപോലെ എല്ലാവിധത്തിലുള്ള ബ്ലാക്ക് മെയിലിങ്ങിനെയും അതിജീവിച്ചുകൊണ്ട് നീതി നടപ്പിലാക്കിയതിന്റെ പേരിൽ ഇത്ര വലിയ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും നേരിട്ട ഒരു മുഖ്യമന്ത്രി എന്ന നിലയിലായിരിക്കും ഞാൻ പോകുന്നത്. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അപമാനിതനായിട്ട് എന്നെ വിടാൻ സാധിക്കില്ല. എന്താ ഇത് പറയുന്നത്? എന്റെ മനസാക്ഷിയുടെ ശക്തിയാണ്. തെറ്റ് ചെയ്തിട്ടില്ല, നീതി ചെയ്തു. ബ്ലാക്ക് മെയിലിങ്ങിന് ശ്രമിച്ചപ്പോൾ അതിനെ തടുത്തു നിർത്തി എന്നുള്ള ശക്തി കൊണ്ടാണ് പറയുന്നത്.